കോടി എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഒരു ദേവസ്വം വകുപ്പുണ്ട്. ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം മന്ത്രിക്ക് അങ്ങനെ കൈ കഴുകി പോകാനൊന്നും പറ്റില്ല. ദേവസ്വം മന്ത്രിയാണല്ലോ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നത്. ഈ ഇടയ്ക്ക് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ദേവസ്വം വകുപ്പാണല്ലോ മുന്നിൽ നിന്നത്. അങ്ങനെയൊക്കെയുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ എന്താണ് ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിലാണോ? കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ടോ? അതുപോലെ ഈ പുരാവസ്തു സംഘമാണ് ഇതിന് പിന്നിലെന്ന് പറയുമ്പോൾ അവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ഈ പഞ്ചലോക വിഗ്രഹം ഉൾപ്പെടെയുള്ളവ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണോ? അങ്ങനെ വിശ്വസിക്കേണ്ടി വരുമോ? ശരി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് നമ്മുടെ പ്രധാനമന്ത്രിയായ ആദരണീയ നരേന്ദ്രമോദിജി അദ്ദേഹം ഇവിടെ യഥാർത്ഥത്തിൽ തൊഴുതു നിൽക്കുന്നത് നിത്യാനന്ദ എന്ന കുറ്റവാളിയുടെ മുമ്പിലാണ്. നിത്യാനന്ദ ഇപ്പം വേറൊരു രാജ്യത്ത് കൈലാസയിൽ പോയി ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടെന്ന് സ്ഥാപിച്ച് അവിടെ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഈ ഫോട്ടോ കാണിച്ച് കണ്ടില്ലേ, മോദിജി പണ്ട് തൊഴുതു നിൽക്കുകയാണ്, ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്, മോദിജി അത് രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? ചുമ്മാ വേണമെങ്കിൽ നരേന്ദ്രമോദിജിയെ ഇഷ്ടമില്ലാത്തവർക്ക് അദ്ദേഹത്തെ കരിവാരത്തേക്കാനായി എങ്ങനെ പറയാം. മോദിജി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു ആശ്രമത്തിന്റെ പരിപാടിക്ക് വിളിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരാൾ വന്ന് കണ്ടു, ബുക്ക് റിലീസ് ചെയ്തു എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. സോണിയാഗാന്ധി ഒരു പരിപാടിക്ക് വന്നു, അവരുടെ കയ്യിൽ ഇത് കിട്ടി. അതിനപ്പുറം യാതൊരു, കാരണം ഇത് കോൺഗ്രസോ ബി ജെ പിയോ അല്ല. സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഇതിൽ കോൺഗ്രസോ ബി ജെ പിയോ സി പി എമ്മോ ഇല്ല. ഇതിൽ സത്യം എന്താണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഇത് കോൺഗ്രസ്സുകാരോട് കൂടിയാണ്, സി പി എമ്മിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഇത് ഉപയോഗിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? വടിയായിട്ടല്ലോ, അത് ഫോട്ടോ വെച്ചൊന്നും അല്ല ശ്രീ രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ജയിലിൽ കിടക്കുന്നത് ഒന്ന് ജില്ലാ കമ്മിറ്റി അംഗമാണ്. എനിക്കറിയാം, ഞാൻ ജയിലിൽ പോയപ്പോൾ കാണുകയും ചെയ്തു. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അയ്യപ്പന്റെ സ്വർണം തൽക്കാലം ശബരിമലയിൽ ഇല്ല. ഇത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. രണ്ട് രീതിയാണ് പോസിബിലിറ്റി. ഒന്നെങ്കിൽ ഇത് മറിച്ച് വിൽക്കുകയോ മുറിച്ച് വിൽക്കുകയോ ചെയ്തു. അതാണ് രമേശ് ചെന്നിത്തലാജിയും സുഭാഷ് കപൂർ മോഡലിൽ ഹൈക്കോടതിയും ഒക്കെ സൂചിപ്പിക്കുന്നത്. അത് ശക്തമായ രീതിയിൽ നമുക്ക് കണ്ടെത്തണം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ പറയുന്ന നരേറ്റീവ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഉരുക്കിയെടുത്തപ്പം പഴയ ചെമ്പ് ചീത്തയായി നഷ്ടമായി, ആ സ്വർണം എടുത്തു, കുറച്ച് ഞാൻ തിരിച്ചു തന്നു, തൂക്കം ഒപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതിനുള്ള സാധ്യതയില്ല. കാര്യം എല്ലാം കൂടെ കണക്കെടുത്ത് നോക്കിയാൽ 2.5 1.5 കൂടെ മാക്സിമം 4-5 കിലോഗ്രാമാണ്. അതിൽ കുറെ തിരിച്ചു തന്നിട്ടുണ്ട്. അവസാനം ഈ കേസ് പരമാവധി 1 കിലോഗ്രാം സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നൊരു ധാരണയിൽ വരും. അതാകാൻ സാധ്യതയില്ല. പകരം കോടികളുടെ ഡീലൻ നേരത്തെ ശ്രീ ഷാബു പ്രസാദും ഇവിടുന്ന് കൊണ്ടുപോയതാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. അമൂല്യമായ വസ്തുക്കൾ തന്നെയാണ്. അതിൽ യാതൊരു ഉറപ്പുമില്ല. അതായത് ഇവിടുന്ന് അങ്ങനെയല്ല ശ്രീ മഞ്ജുഷ്, ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണം തന്നെയാണോ തിരിച്ചു? ഞാൻ പറഞ്ഞത് ആ സ്വർണ്ണപ്പാളി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതിന് സയന്റിഫിക് ടെസ്റ്റും മറ്റുള്ള കാര്യങ്ങൾ വേണം. അത് തീർച്ചയായിട്ടും വരട്ടെ. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്, ഇത് ആരെങ്കിലും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. എനിക്ക് ശ്രീ പിണറായി വിജയൻ അവർകളെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. എന്നെ ശബരിമല കേസിൽ 3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തു, കഴിഞ്ഞ ആഴ്ചയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടു. അതിന്റെ പേരിൽ പിണറായി വിജയൻ സഖാവിനെ അടിക്കാൻ ഒരു വടിയായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കരുത്. അങ്ങനെയല്ല, ജനങ്ങൾക്ക് അതിലെ വിഷമവും പ്രതിഷേധവും ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഭക്തർക്ക് ഇതൊരു രാഷ്ട്രീയ വിഷയമാണോ? നാളെ കോൺഗ്രസോ ബി ജെ പിയോ ആപ്പോ ഏത് ഗവൺമെന്റ് ഇരുന്നാലും ഇതേപോലെ തന്നെ ജനങ്ങൾ റിയാക്ട് ചെയ്യില്ലേ? അമ്പലത്തിലോ പള്ളിയിലോ ഏതിലോ ആണെങ്കിലും നമ്മുടെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന അത്രമാത്രം വേദനയോട് കൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അപ്പൊ അതിൽ മറ്റൊരു കാര്യം കൂടി, ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രത്യേക അന്വേഷണ സംഘത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അല്ലല്ല, ഇതിൽ രക്ഷപ്പെടലാണ് ഇപ്പോൾ നടക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. അല്ല, അതൊരു രാഷ്ട്രീയക്കാരൻ പറയുന്നതിനപ്പുറം ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിയിൽ അതിശക്തമായ രീതിയിൽ അത് എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇത് വളരെ ശക്തമായി പറഞ്ഞപ്പോൾ അതിശക്തമായ രീതിയിൽ നമ്മൾ ഇടപെടേണ്ട ഒരു വിഷയമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യം എന്താ പറയുക, നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇനി ബാക്കിയുള്ളൂ, തന്ത്രിക്കും മന്ത്രിക്കും പങ്കുണ്ടോ എന്നുള്ള കാര്യം ശ്രീ രാഹുൽ ഒപ്പിച്ച് മുഖ്യമന്ത്രി എന്നും കൂടെ പറഞ്ഞോളൂ. കുറയ്ക്കുന്ന എന്തിനാ? അന്നത്തെ കാലത്ത് ഹൈക്കോടതിയുടെ മേൽനോട്ടല്ലേ, ഹൈക്കോടതിക്കും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരോടും ഉന്നയിച്ചോ? പറയാൻ പറ്റില്ലല്ലോ. മഞ്ജുഷ്, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു കാര്യം കൂടെ, നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ, രാജാ വിജയരാഘവൻ സാറും ജയകുമാർ സാറും, ഇവരുടെ പോരാട്ടത്തിലൂടെയല്ലേ ഇത് പുറത്തു വന്നത്. അവരെഴുതി കൊടുത്ത കാര്യങ്ങളുണ്ട്. ആ എഴുതി കൊടുത്ത കാര്യങ്ങളിൽ തന്ത്രിയുടെ അടക്കം പേരോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അവർ കൃത്യമായി ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്പോ ഹൈക്കോടതിയുടെ സുവമോട്ടു കേസാണ്, സ്വമേധയുള്ള കേസാണ്. നമ്മൾ കാടടച്ച് വെടിവെക്കരുത്. കാര്യം
ഇതുമായിട്ട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. നാളെ അവർക്കും സമൂഹത്തിൽ വേണം, സമൂഹം അവരെ വിശ്വസിക്കണം, ഇനിയും അമ്പലങ്ങൾക്ക് അടക്കം സംഭാവന വരണം. നമ്മുടെ അമ്പലങ്ങളെ നശിപ്പിക്കാനല്ല, അമ്പലങ്ങൾക്ക് സംഭാവന നന്നാക്കാനാണ്. വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊള്ളയെ ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഒന്നും അയ്യോ, പറയാൻ ആര് പറ്റില്ല. കൊള്ള ന്യായീകരിച്ചാലും മഞ്ജുഷ ഇത് രണ്ടേ തീവെട്ടി ഉള്ളൂ. കൊള്ളയാണ് ഒന്നെങ്കിൽ കളരിയുടെ നടന്നിരിക്കുന്നത്. പുറത്ത് ശ്രീ അല്ലെങ്കിൽ രാഹുൽ ആശാന്റെ നെഞ്ചത്ത് ഈ രണ്ട് മറ്റമ്പലങ്ങൾക്ക് നിലപാടേ ഉള്ളൂ. വരുമാനം അല്ല, വേണം. ഒരു അതുകൊണ്ട് സെക്കൻഡ്, അല്ലല്ല അല്ല, മഞ്ജുഷ, ഒരു സന്നിധാനത്ത് ഈ സെക്കൻഡ്. കൊള്ളയെ ഒന്നെങ്കിൽ കുറിച്ച് കളരിയുടെ പറയുന്നത് പുറത്ത് അല്ലെങ്കിൽ പറയാൻ ആശാന്റെ പറ്റില്ല. നെഞ്ചത്ത് ഈ രണ്ട് അതുകൊണ്ടില്ല. നിലപാടുകളേ ഉള്ളൂ. അല്ല, ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് ഈ രണ്ട് നിലപാട് മാത്രമേ ഉള്ളൂ. എങ്ങനെ? അവിടെയാണ് ഹൈക്കോടതി പറയുന്ന പാതയിൽ നമുക്ക് പോകാൻ കഴിയണം. ഹൈക്കോടതി 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ പാതയിൽ നമുക്ക് പോവുകയും ഇതിന്റെ പിന്നിലുള്ള എല്ലാ സത്യങ്ങളും നമുക്ക് വെളിയിൽ കൊണ്ടുവരാനും കഴിയണം. അപ്പുറം കാടടിച്ച് വെടിവെക്കുകയാണ്, 1000 കോടിയുടെ ഇറീഡിയം ഉണ്ട് അടക്കം നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതൊക്കെ ചുമ്മാ തെള്ളാണ്. പകരം ഇതിൽ യഥാർത്ഥത്തിൽ ഇൻവോൾവ് ആയ ആൾക്കാരുണ്ട്. അതിൽ അവരാരാന്ന് പുറത്തു കൊണ്ടുവരണം. ഇനി ഗോവർദ്ധൻ അടക്കമുള്ളവരുണ്ടോ? ഗോവർദ്ധനെ SIT ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. വേറെ ഏകദേശം 471 ഗ്രാമാണ് പിടിച്ചെടുത്തതെന്ന് പറയുന്നു. SIT കവറപ്പ് ചെയ്യുകയാണോ? ഇനിയും പൊളിറ്റിക്കൽ ഡിസിഷന്റെ എക്സിക്യൂട്ടീവ് ആരെങ്കിലും ഉണ്ടോ? കടകംപള്ളി സാർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വേണമെങ്കിൽ CPM കാരാണ് ഇത് മുഴുവൻ ചെയ്തതെന്ന് പറയാം. അത് പറയാത്ത എന്താ അറിയാമോ? അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല. അപ്പം കോടതി പറയുന്നത് വരെ നമ്മൾ ഇത്രയും സെൻസിറ്റീവായ കേസിൽ കോടതി വിധിന്യായങ്ങൾ ഒന്നിലും പറഞ്ഞിട്ടുണ്ട് ഇതിൽ അനാവശ്യ മീഡിയ ട്രയൽ പാടില്ല. അതിന്റെ കാരണം അത്ര സെൻസിറ്റീവായ കേസാണ്. നമ്മൾ റെസ്പോൺസിബിളായി അടക്കത്തോടെ മയത്തോടെ നമ്മൾ ഈ വിഷയം എടുക്കണം. അതിൽ നിന്ന് എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാനും നമുക്ക് കഴിയണം. അപ്പൊ ഇതിൽ ഒരു കൈയടക്കം, മിതത്വം തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ സേനാപതി വേണു ഇതങ്ങ് തണുക്കുമെന്നാണ് ഇവിടെ ഷാബു ആദ്യം തന്നെ പറഞ്ഞത്. അത് കോൺഗ്രസും